100.5 ഇൻറ്റു 100.5 ഇത് രണ്ടും ഒരേ സംഖ്യയാണ്. 100.5 ഇൻറ്റു 100.5. അപ്പോൾ നമുക്കിതിനെ 100.5 ഹോൾ സ്ക്വയർ എന്നെഴുതാം. 100.5 ഹോൾ സ്ക്വയർ. നമുക്കിതിൻ്റെ വർഗ്ഗം കാണാൻ ഇതിലത്തെ ദശാംശം ആദ്യം ഒഴിവാക്കാം. അപ്പോൾ 1005 ദശാംശം ഒഴിവാക്കിയ സംഖ്യ 1005, അതിൻ്റെ സ്ക്വയർ കാണണം. 1005ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 1005ൻ്റെ പ്രത്യേകത ഇതിൽ 5-ൽ അവസാനിക്കുന്ന സംഖ്യയാണ്. അവസാനത്തക്കം 5ആണ്. 5-ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗ്ഗം കാണാൻ നമ്മൾ ചെയ്യേണ്ടത് 5, ഈ 5 ഒഴിവാക്കി തൊട്ട് മുമ്പുള്ള സംഖ്യ എടുക്കുക. ഈ 5 ഒഴിവാക്കിയ തൊട്ട് മുമ്പുള്ള സംഖ്യ 100 ആണ്. ഈ 100 എന്നെഴുതിയിട്ട് 100ൻ്റെ കൂടെ 1 കൂട്ടുക. 100ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 101. അപ്പോൾ 5 ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ 100, അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 101. ഈ രണ്ട് സംഖ്യകളും കൂടി ഗുണിക്കുക. 100ഉം 101 ഗുണിക്കുക. 100 × 101 ഗുണിക്കാൻ എളുപ്പമാണ്. 101 കൊണ്ട് 100നെ ഗുണിച്ചാൽ ഈ 2 0 ഇട്ടാൽ മതി. കാരണം 1 × 101 101 എന്ന് വരും. എന്നിട്ട് 2 0, അതായത് 10,100 എന്ന് വന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 100 എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് 10,100 എന്ന് കിട്ടി. ഇനി നമ്മൾ 5 എടുത്തിട്ടില്ല. 5ൻ്റെ സ്ക്വയർ എഴുതുക. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടി. 10,01,025. 10,01,025. ഇനി നമുക്ക് ദശാംശം ഒഴിവാക്കിയാണ്. ദശാംശം എടുത്തിട്ടില്ല നമ്മൾ. ദശാംശം എടുക്കുക. ദശാംശം ഇങ്ങോട്ട് എത്ര അക്കമുണ്ട്? ഒരക്കമുണ്ട്. സ്ക്വയർ കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി എടുക്കുക. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം 1 ആണ്, അതിൻ്റെ ഇരട്ടി 2. എന്നിട്ട് ഈ ഭാഗത്ത് വലത്തുനിന്ന് ഇടത്തോട്ട് 2 സ്ഥാനം നീക്കി ദശാംശം ഇടുക. ഉത്തരം 10,100.25.